സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ ഉറച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും പരിശീലനം വേണം എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. SC/ST വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി നൽകി. പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും എതിർത്തും ചലച്ചിത്ര പ്രവർത്തകർ രംഗത്തെത്തി. ഇന്നലെ നടത്തിയ പരാമർശത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹിക പ്രസക്തി വേണം, സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ മികവുള്ളതായിരിക്കണം. ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു ഇന്നലത്തെ പ്രതിഷേധമെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയുമായി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി രംഗത്തെത്തി. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ എന്നതിലുപരിയൊക്കെ ഇതിനേക്കാളൊക്കെ എല്ലാം ഉപരി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കാൻ, ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. SC/ST ഉള്ള ഒരു വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ അതുവഴി അഴിമതി ഉണ്ടാക്കാൻ ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതിനുള്ള തെളിവ് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദിനുവയിൽ നൽകിയ പരാതിയിൽ SC/ST കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും സിനിമാ മേഖലയിൽ നിന്ന് അഭിപ്രായമുയർന്നു. സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വലിയ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സാറ് പറഞ്ഞ മുഴുവൻ കണ്ടന്റിലെ കാര്യം വിശദീകരിക്കപ്പെട്ടു. പൈസ മാത്രം കൊടുത്താൽ പോലെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് മുഴുവനിലാണ് ആ മീനിങ് ഇരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്നും ഈ വിഭാഗങ്ങളിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നുമായിരുന്നു സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. 24 തിരുവനന്തപുരം.